ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആസിഡ് ബേസ് ടൈട്രേഷൻസ് ആണ്. അപ്പോൾ അതിലുള്ള തിയറീസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇന്ന് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ള പോർഷൻ. മുന്നത്തെ വീഡിയോയിൽ ആസിഡ് ബേസ് തിയറീസിനെ പറ്റിയിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അതും കൂടിയിട്ട് കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തിയറീസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് അറിയണം അല്ലേ? അപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. ആൻ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഈസ് എയ്തർ വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ് ദാറ്റ് എക്സിബിറ്റ് കളർ ചേഞ്ച് ആസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ ഹൈഡ്രോക്സൈഡ് അയോൺ ചേഞ്ചസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അതായത് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു വീക്കായിട്ടുള്ള ആസിഡ് ആയിരിക്കാം, അല്ല എങ്കിൽ ഒരു വീക്കായിട്ടുള്ള ബേസ് ആയിരിക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ അക്വസ് സൊല്യൂഷനിൽ ഹൈഡ്രജൻ്റെയും അതുപോലെ തന്നെ OH- കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് എക്സിബിറ്റ് ദി കളർ ചേഞ്ചസ് ആസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ ഹൈഡ്രോണിയം അയോൺ ചേഞ്ചസ് ഇൻ അക്വസ് സൊല്യൂഷൻ. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ആസിഡിക്കും അതുപോലെ തന്നെ ആൽക്കലൈൻ സൊല്യൂഷൻസിലും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എൻഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ടൈട്രേഷൻസിൽ ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ജനറലി എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രജൻ്റെയും OH- കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുന്നു. അതിനനുസരിച്ചിട്ടാണ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ pHനനുസരിച്ചിട്ട് ഒരു സൊല്യൂഷൻ്റെ pHനനുസരിച്ചിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഇൻഡിക്കേറ്റർ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മീഥൈൽ ഓറഞ്ചും അതുപോലെ തന്നെ ഫിനോഫ്താലിനും. അതായത് എന്താണ്, pH ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ എന്താണ്, 3.4 to 4.5 pH ലെവലിൽ യെല്ലോ കളർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനോഫ്താലിനോ 8.3 to 10.3 എന്ന് പറയുന്ന pH ലെവലിൽ കളർലെസ് ടു പിങ്ക് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 8.3 ആണ് അവിടുത്തെ pH എങ്കിൽ കളർലെസ് ആയിരിക്കും. അതേസമയം 10.3 ആണെങ്കിൽ എന്തായിരിക്കും, പിങ്ക് കളറായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും pHൻ്റെ ബേസിസിൽ. അല്ല എങ്കിൽ ആ ഒരു സൊല്യൂഷനിലുള്ള H+ൻ്റെയും OH- കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ തിയറീസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ തിയറീസ് ആണ് പറയാനായിട്ടുള്ളത്. മെയിനായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കളർ ചേഞ്ചിനെ പറയാനായിട്ട് രണ്ട് തിയറീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓസ്റ്റ്വാൾ തിയറി അല്ലെങ്കിൽ അയോണിക് തിയറി എന്നും പറയാം. നെക്സ്റ്റ് പറയുന്നത് ക്യുനനോയിഡ് തിയറിയാണ്. അപ്പോൾ ഈ രണ്ട് തിയറീസും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഓസ്റ്റ്വാൾഡ് തിയറി എന്ന് പറയാം. അക്കോർഡിംഗ് ടു ദിസ് തിയറി, color change is due to the ionization of the indicator and both the ionized and unionized forms shows different colors. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, അതിൻ്റെ അയണൈസേഷൻ നടക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ അയണൈസ്ഡ് ഫോമും അൺഅയണൈസ്ഡ് ഫോം എന്ന് പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഓസ്റ്റ്വാൾഡ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആൻഡ് ദി അയണൈസേഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഇൻഡിക്കേറ്റർ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അയണൈസേഷൻ നടക്കുന്നത് പോലെ ആയിരിക്കും അതിൻ്റെ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. അതായത് അതുപോലെ തന്നെ ഇവിടെ പറയുന്ന എന്താണ്, അയണൈസേഷൻ എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തിനെയാണ്, ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ നേച്ചറിനെയാണ്. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ വീക്ക് ആയിട്ടുള്ള ആസിഡാണോ അതുപോലെ തന്നെ വീക്ക് ബേസ് ആണോ എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ അയണൈസേഷനെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ അത് കൂടുതലായിട്ട് അയണൈസ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻസിൽ അല്ലെങ്കിൽ ഒരു ആൽക്കലൈൻ സൊല്യൂഷനിലായിരിക്കും കൂടുതലായിട്ട് അത് അയണൈസ് ചെയ്യുകയും അതിൻ്റെ കളർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. അതേസമയം വീക്ക് ആസിഡ് ആണെങ്കിൽ എന്തായിരിക്കും, അത് അസിഡിക് സൊല്യൂഷനിലെന്ന് പറയുന്നത് കോമൺ അയോൺ ഇഫക്റ്റ് കാരണം അതിൻ്റെ അയണൈസേഷൻ വളരെയധികം കുറവായിരിക്കും. അങ്ങനെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ എന്താ, pHൽ അതെന്ന് പറയുന്നത് കളറൊന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കോമൺ അയൺ ഇഫക്റ്റ് കാരണമാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ എന്താണ് കോമൺ അയൺ ഇഫക്റ്റ് എന്നറിയണം. അതായത് കോമൺ അയൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി സപ്രസഡ് ബൈ ദി അഡീഷൻ ഓഫ് അനദർ ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് ദി കോമൺ അയോൺ. അതായത് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ വേറൊരു ഇലക്ട്രോലൈറ്റ് വന്ന് സപ്രസ് ചെയ്യുന്നു. അതെങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റാണ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന
പറയുന്ന രണ്ട് ഇലക്ട്രോലൈറ്റ്സുകളും ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കോമൺ അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതുപോലെ തന്നെ അത് കാരണം വേറൊരു ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ സപ്രസ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ക്ലോറൈഡുമാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H+ അയോൺസും അതുപോലെ തന്നെ എന്താണ് ക്ലോറിനുമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്താണ് HCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ഉം അതുപോലെ തന്നെ നമുക്ക് Cl- ക്ലോറൈഡ് അയോണുമായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡ് കൺസിഡർ ചെയ്യുകയാണ് NaCl. ഇത് നമ്മളിപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്? Na+ഉം അതുപോലെ തന്നെ Cl- ഡിസോസിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം കോമൺ ആയിട്ട് ഒരു ക്ലോറൈഡ് അയോൺസ് രണ്ടിടത്തും കോമൺ ആയിട്ട് പ്രസൻ്റ് ആണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒരു ആക്വസ് സൊല്യൂഷൻ, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മൾ വാട്ടറിലോട്ട് എടുത്ത് ഡിസോൾവ് ചെയ്യുവാണ്. അപ്പോൾ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ഫോം ചെയ്യും? ക്ലോറൈഡും അതുപോലെ തന്നെ എന്തും കാണും, H3O+ ഹൈഡ്രോണിയം അയോൺസും ആയിരിക്കും അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇക്വിലിബ്രിയം രീതിയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ഒരു സൊല്യൂഷനിലേക്ക്, അതായത് HClഉം അതുപോലെ തന്നെ വാട്ടറും കൂടിയിട്ടുള്ള നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുത്ത് ആണെങ്കിൽ അതും ഡിസോസിയേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? Cl- അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ഇരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ്റെ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സോഡിയവും ക്ലോറൈഡും കൂടെ അഗെയിൻ കമ്പൈൻ ചെയ്തിട്ട്, അതായത് നമ്മുടെ റിയാക്ഷൻ ബാക്ക്വേർഡ് ഷിഫ്റ്റായിട്ട് സോഡിയവും ക്ലോറൈഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അഗെയിൻ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുകയും സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നു? അവിടെ ആയിട്ട് മാറുന്നു. അങ്ങനെ വരുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡിൻ്റെ ഡിസോസിയേഷൻ അവിടെ ആ ഒരു സൊല്യൂഷനിൽ നടക്കുന്നില്ല. മനസ്സിലായോ? ഇങ്ങനെ അപ്പം ഇതാണ് നമ്മൾ പറയുന്നത്. അതായത് വേറെ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ ഇതിൻ്റെ അതായത് രണ്ട് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കാരണം സപ്രസ് ആവുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ കൺസെപ്റ്റാണ്, ഇത്രയേ ഉള്ളൂ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് വീണ്ടും തിരിച്ച് തിയറീസിലോട്ട് വരാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? അതായത് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിസോസിയേഷൻ നടക്കുന്നതെന്നാണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വീക്കായിട്ടുള്ള ആസിഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസിഡ് ആണ് എങ്കിൽ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനിലായിരിക്കും അതിൻ്റെ ഡിസോസിയേഷൻ അയണൈസേഷൻ ലെവൽ കൂടുതൽ. അതുപോലെ തന്നെ ഒരു വീക്കായിട്ടുള്ള ബേസ് ആണെന്നുണ്ടെങ്കിൽ അസിഡിക് ആയിട്ടുള്ള സൊല്യൂഷനിലായിരിക്കും അതിൻ്റെ അയണൈസേഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി നമുക്കിത് എക്സാമ്പിൾസ് വെച്ച് പറയാം. അതായത് ഈ ഒരു അയണൈസേഷൻ തിയറി അതല്ല എങ്കിൽ ഓസ്റ്റ്വാൾഡ് തിയറി നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ വീക്കായിട്ടുള്ള ആസിഡാണ്. അപ്പോൾ ഇത് ഡിസോസിയേറ്റ് ചെയ്തതിൽ എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്? അതായത് നമ്മൾ ഫിനോഫ്തലിന് HPH എന്നാണ് പറയുന്നത്. അപ്പോൾ H+ഉം അതുപോലെ തന്നെ pH- ആയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഇരിക്കുന്ന pH- ആണ് നമുക്ക് എന്ത് തരുന്നത്? ഈ ഒരു ഇത് ഫിനോഫ്തലിന് പിങ്ക് കളർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇവിടെ പിങ്ക് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എടുക്കുവാണ്, അതായത് ഇതൊരു വീക്ക് ആസിഡാണ്. ഇനി നമ്മളൊരു ആസിഡിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഒരു അസിഡിക് സൊല്യൂഷനിലാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിന് എന്തായിരിക്കും? കോമൺ അയോൺ ഇഫക്റ്റ് കാരണം H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യപ്പെടുന്നില്ല, ഇവിടെ ഡിസോസിയേഷൻ പാർഷ്യലി നില്ലാവുകയും അതുപോലെ തന്നെ കളർ എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നില്ല, കളർലെസ് ആയിട്ട് തന്നെ അതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് നമ്മൾ ഒരു ആസിഡിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ H+ ആയിട്ടും Cl- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനോഫ്തലിൻ ആണെങ്കിൽ H+ഉം pH- ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പം രണ്ടിടത്തും കോമൺ ആയിട്ട് H+ എന്ന് പറയുന്ന അയോൺ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കോമൺ അയോൺ എഫക്റ്റ് കാരണം
ഫിനോഫ്തലിൻ്റെ അയണൈസേഷൻ നടക്കാതെ വരികയും അതുപോലെ തന്നെ അത് കളർലെസ് ആയിട്ട് തന്നെ റിമൈൻ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇൻ ദ കേസ് നമ്മളൊരു ആൽക്കലിയുടെ പ്രസൻസിലാണ് ചെയ്യുന്നതെങ്കിൽ pH അയോണിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പിങ്ക് കളർ ഫോം ചെയ്യും. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുമ്പോഴത്തേക്ക്, സോഡിയം ഹൈഡ്രോക്സൈഡാണ് നമ്മളിവിടെ ആൽക്കലി ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ Na+ഉം OH- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഫിനോഫ്തലിൻ ആണെങ്കിലോ H+ഉം അതുപോലെ തന്നെ pH- ആയിട്ടായിരിക്കും ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്ത് വരുന്നില്ല, കോമൺ അയൺ ഇഫക്റ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, നമ്മുടെ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് pH- കോൺസെൻട്രേഷൻ കൂടുതലാവുകയും ഇതെന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻ ഒരു പിങ്ക് കളർ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വീക്ക് ആസിഡിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധയോടെ പഠിക്കേണ്ട ടോപ്പിക്സാണ്. അതെല്ലാം എങ്കിലും നമുക്ക് തിരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ വീക്ക് ബേസിന് ഒരു എക്സാമ്പിൾ പറയുവാണ്. അതിന് നമ്മൾ മീഥൈൽ ഓറഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് Me+ഉം OH- ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആൽക്കലിയിലെ പ്രസൻസിൽ, ആൽക്കലിയിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിലാണെന്നുണ്ടെങ്കിൽ കോമൺ അയോൺ ഇഫക്റ്റ് കാരണം അതെന്ത് ചെയ്യുന്നില്ല, ഡിസോസിയേഷൻ നന്നായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, യെല്ലോ കളറിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ആൽക്കലി സൊല്യൂഷനിൽ ഡിസോസിയേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ യെല്ലോ കളറിലായിരിക്കും ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് പറയുന്നത് കോമൺ അയോൺ ഇഫക്റ്റ് തന്നെയാണ്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് എങ്ങനെയാണ്, Na+ഉം OH- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മീഥൈൽ ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ Me+ഉം OH- ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടിടത്ത് നോക്കിക്കഴിഞ്ഞാലും OH- അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു കോമൺ അയോൺ നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫക്റ്റ് കാരണം ഇവിടെ ഡിസോസിയേഷൻ നടക്കുന്നില്ല. ബട്ട് നമ്മൾ എന്താണ്, ഒരു ആസിഡിൻ്റെ പ്രസൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ HCl, അതായത് ആസിഡിന് എക്സാമ്പിളാണ് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിരിക്കുന്നത്. Cl ആണെന്നുണ്ടെങ്കിൽ H+ഉം Cl- ആയിട്ടായിരിക്കും ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് Me+ഉം OH- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരുന്നില്ല, ഇവിടെ ഒരു കോമൺ അയോൺ ഇഫക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ Me+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാവുകയും അതെന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷനിൽ ഒരു റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ അസിഡിക് സൊല്യൂഷനിലാണ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ ഏതാണ്, റെഡ് കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഓസ്റ്റ്വാൾഡ് തിയറിയിൽ പറയാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു തിയറി ഏതാണ്, ക്യുനനോയിഡ് തിയറിയാണ്. അതായത് ഈ ഒരു തിയറിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടോട്ടോമറിക് ഫോംസിൽ പ്രസൻ്റ് ആണ്. അതായത് ഒരു ഫോം എന്ന് പറയുന്നത് ബെൻസിനോയിഡ് ഫോമും മറ്റേതെന്ന് പറയുന്നത് ക്യുനനോയിഡ് ഫോമാണ്. അങ്ങനെ ഈ രണ്ട് ടോട്ടോമറിക് ഫോംസിലാണ് നമ്മുടെ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി ഈ കളർ ചേഞ്ച്, ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടോമറിക് ഫോമിൽ നിന്നും അനദർ ടോട്ടോമറിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോംസ് പറഞ്ഞല്ലേ, ബെൻസിനോയിഡ് ഫോമും ക്യുനനോയിഡ് ഫോമും. ഈ രണ്ട് ഫോംസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫോം ആസിഡിക് മീഡിയത്തിലാണ് എക്സിസ്റ്റഡ് ആയിരിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് വേറൊരു ഫോം എങ്ങനെയായിരിക്കും, ആൽക്കലി മീഡിയത്തിലായിരിക്കും എക്സിസ്റ്റഡ് ആയിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കും നമുക്കിവിടെ എന്ത് ചെയ്യുന്നത്, ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺവേർഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ക്യുനനോയിഡ് ഫോം ആയിരിക്കുന്നത് അവിടുത്തെ pH ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിട്ട് മാറും, ബെൻസിനോയിഡ് ഫോമായിട്ട് മാറും. ആ സമയത്തായിരിക്കും നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ തിരിച്ചു വന്നാലും അവിടെ നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബെൻസിനോയിഡ് ഫോമും അതുപോലെ തന്നെ ക്യുനനോയിഡ് ഫോമുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ അതിനെ എക്സാമ്പിൾസ് വെച്ചിട്ട് പറയുവാണ് ഈ ഒരു തിയറീനെ. അതായത് ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫിനോഫ്തലിനാണ്. അതായത് ഫിനോഫ്തലിൻ്റെ രണ്ട് ടോട്ടോമറിക് ഫോംസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് എപ്പോഴും അസിഡിക് മീഡിയത്തിൽ ബെൻസിനോയിഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, കളർലെസ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഫിനോഫ്തലിൻ്റെ ബെൻസിനോയിഡ് ഫോമാണ്. അസിഡിക് മീഡിയത്തിലാണ് ബെൻസിനോയിഡ് ഫോം എക്സിസ്റ്റഡ് ആയിരിക്കുന്നത്. അവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്തായിരിക്കും, കളർലെസ് ആയിരിക്കും. അതുപോലെ തന്നെ നേരെ ഷിഫ്റ്റായിട്ട് ഇത് ആൽക്കലൈൻ മീഡിയത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ക്യുനനോയിഡ് ടോട്ടോമറിക് ഫോമിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അത് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മീഥൈൽ ഓറഞ്ചിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ചിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അതായത് നമ്മുടെ മീഥൈൽ ഓറഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ആസിഡിക് സൊല്യൂഷനിൽ അതെന്തായിരിക്കും, ക്യുനോയിഡ് ഫോമിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആസിഡിക് സൊല്യൂഷനാണ് എക്സിസ്റ്റഡ് ആയിരിക്കുന്നത്. ഈ ഒരു ആസിഡിക് സൊല്യൂഷനിലെന്ന് പറയുമ്പോഴത്തേക്ക് റെഡ് കളറിലായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് എന്തായിരിക്കും, ആസിഡിക് സൊല്യൂഷനിൽ ക്യുനോയിഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ആസിഡിക് സൊല്യൂഷനിൽ ഇതെന്താണ്, ഒരു ക്യുനോയിഡ് ഫോമിലായിരുന്നു കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് ഇതൊരു ബേസിക് ആയിട്ട് മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ആൽക്കലൈൻ സൊല്യൂഷൻ ആവുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും, യെല്ലോ കളറിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഫോം ആയിരിക്കും, ബെൻസിനോയിഡ് ഫോമിലായിരിക്കും ഇത് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പം ഇത്രയുമാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും നമ്മൾ ഈ കളേഴ്സും അതുപോലെ തന്നെ ടോട്ടോമറിക് ഫോംസും നന്നായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകുന്ന ഒരു കണ്ടൻറ്റാണിത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ കണ്ടൻറ്റ്സ് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.